Hello everyone. Yes. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ചോദ്യങ്ങളെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും വരിക എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും നല്ല ഐഡിയ കിട്ടും. അതിന്റെ ആൻസേഴ്സ് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോളുക. ആദ്യത്തെ ചോദ്യമാണ് ഹെട്രോസ്പോർ എന്ന് പറഞ്ഞ കാര്യം അല്ലേ, നമ്മുടെ പ്ലാന്റ് കിണ്ടത്തിൽ വരുന്ന ചോദ്യമാണ്. അത് നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് ഇൻ വൺ പ്ലാന്റ് ആണ് നമ്മുടെ ഹെട്രോസ്പോർ എന്ന് അറിയാം. അത് സെലാജിൻ അല്ല ആൻഡ് സാൽവിൻ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അത് കാണുന്നത്. അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ഞാൻ സീഡ് ഹാബിറ്റ് ശരിക്കും തുടങ്ങിയത് എവിടെ മിസ് അവിടെയാണ് സീഡ് ഇല്ല, പക്ഷേ സീഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കും പറഞ്ഞാൽ ടെഡോഫൈറ്റ്സിലാണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിയണം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഓൾറെഡി ഇമ്പോർട്ടന്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റഫ്, ഒരു സർഫസ് റഫ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? റൈബോസോം ഉണ്ടാവും. റൈബോസോം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നടക്കുന്ന ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആയിരിക്കും. സ്മൂത്ത് ആവുമ്പോൾ റൈബോസോം ഇല്ല, പക്ഷെ അവിടെ എന്താ നടക്കുന്നത്? അവിടെ ലിപ്പിഡ് സിന്തസിസ്, സ്റ്റിറോയിഡ് ലൈക്ക് ഹോർമോണുകളുടെ സിന്തസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ ആ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ്, ചോദിച്ച് കാണാറുള്ളതാണ്. ഓക്കെ, ദെൻ റൈറ്റ് ടു അനാട്ടമിക്കൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡൈക്കോട്ട് റൂട്ട് ആൻഡ് മോണോക്കോട്ട് റൂട്ട് എന്ന് പറഞ്ഞേക്കാണ്. അപ്പൊ ഇവിടെ ഞാൻ ചെറുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പിത്ത്. അതായത് പിത്തിന്റെ കാര്യം പറഞ്ഞാൽ ഡൈക്കോട്ടിലെ പിത്ത് വളരെ സ്മോൾ നോട്ട് വെൽ ഡെവലപ്ഡ് ആയിരിക്കും. പക്ഷെ അപ്പുറത്തേക്ക് വരുമ്പോഴോ എന്തായാലും മോണോക്കോട്ടിലേക്ക് വരുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള പിത്തായിരിക്കും ഉണ്ടായിരിക്കുക. സൈലം പാച്ചസ് ഇവിടെ 2 to 4 ആണ് ഡൈക്കോട്ടിങ്ങിൽ. അവിടെ എപ്പോഴായിരിക്കും നമുക്ക് ഒരു പോളിയാർ കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്ന എവിടെയാ? നമ്മുടെ ഡൈക്കോട്ടിലായിരിക്കും. മോണോക്കോട്ട് ഒരു കാരണവശാലും സെക്കൻഡറി ഗ്രോത്ത് നടക്കില്ല എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിയണം. ആ 3 ഡിഫറൻസുകൾ ഇവിടെ സിമ്പിൾ ആയിട്ട് പോയിന്റ് എഴുതി വെച്ചുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്തോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. അതിൽ ഈ പറയുന്ന നമ്മുടെ മിയോസിസിൽ എപ്പോഴും ചോദിക്കുന്നതാണ് പ്രോഫേസ് 1-ലുള്ള 5 സ്റ്റേജസ് എന്ന് പറയുന്നത്. അതിൽ ഓരോന്നിലെയും കീ ഇവന്റുകൾ ഏതാണെന്ന് പഠിച്ചു വെക്കുക. ലെപ്റ്റോ ടീമിൽ എന്താ സംഭവിക്കുക? ക്രോമസോമുകൾ ലൈറ്റ് മൈക്രോസ്കോപ്പിന് അണ്ടറിൽ വിസിബിൾ ആവുന്നു. സൈഗോ ടീമിൽ നമ്മുടെ ഈ പറഞ്ഞ സിനാപ്റ്റോണിമൽ കോംപ്ലക്സിന്റെ ഫോർമേഷൻ, ബൈവാലന്റ് അല്ലെങ്കിൽ ടെട്രാഡിന്റെ ഫോർമേഷൻ നടക്കുന്നു. പാക്കി ടീമിൽ റീകോമ്പിനേഷൻ നൊഡ്യൂളുകൾ ഉണ്ടാവുന്നു, ക്രോസിംഗ് ഓവർ നടക്കുന്നു. ഡിപ്ലോ ടീമിൽ നമ്മുടെ വിട്ടുപോകുമ്പോൾ എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഖയാസ്മാറ്റ ഉണ്ടാവും. ഡയാകൈനസിസിൽ ഈ ഖയാസ്മാറ്റയുടെ ടെർമിനലൈസേഷൻ നടക്കുന്നു. അപ്പൊ അത് അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ മക്കളെ ഒരു ചെറിയ പോയിന്റിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഇതിനടുത്ത് നോക്കാം നമുക്ക് വിച്ച് പ്ലാന്റ് ഈസ് നോൺ ആസ് ആംബിബിയൻസ് ഓഫ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രയോഫൈറ്റ് ആണ് ആൻസർ വരിക. ബിക്കോസ് അതിനെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നുണ്ട് എന്നുള്ളതല്ല. അതിന്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വാട്ടർ വേണം. ആ ഒരു കാര്യം അറിയാം, അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു പേര് വന്നു കേട്ടോ. അടുത്ത ചോദ്യം നമുക്ക് കാണാം. ഒബ്സർവ് ദ ഡയഗ്രാം ഷോയിങ് എ സ്റ്റേജ് ഓഫ് മൈറ്റോസിസ്. ഇമ്പോർട്ടന്റ്, ഈ സ്റ്റേജ് കാണുമ്പോൾ തന്നെ ആലോചിക്കുക രണ്ട് സൈഡിലേക്കും പോയി ഇത് ഏതായിരിക്കണം? അനാഫേസ് ആണ്. അതിൽ 2 ഇവന്റുകൾ എഴുതാൻ പറഞ്ഞാൽ ഒന്ന് എന്താണ്? സെൻട്രോമിയർ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രൊമാറ്റിഡുകൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ക്രൊമാറ്റിഡ് സെപ്പറേറ്റ് ചെയ്യുക ഇമ്പോർട്ടന്റ്. ക്രൊമാറ്റിഡുകളാണ് സെപ്പറേറ്റ് ആവുന്നത്, ക്രോമസോമുകളല്ല. യെസ്. ആൻഡ് രണ്ടാമത്തെ ഇവന്റ് എന്ന് പറഞ്ഞ ക്രൊമാറ്റിഡുകൾ ഓപ്പോസിറ്റ്, ഞാൻ തന്നെ തെറ്റിച്ചു. ക്രൊമാറ്റിഡുകൾ ഓപ്പോസിറ്റ് പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. പിന്നെ അടുത്ത് താഴെ കൊടുത്തിട്ടുണ്ട് റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് യൂഗ്ലിനോയിഡ്സ്. അവിടെ നമുക്കറിയാം അവരുടെ സെൽ വാളിൽ നമുക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ലെയർ ഉണ്ട്, അതിന്റെ പേരാണ് പെല്ലിക്കിൾ. നമുക്കറിയാം അല്ലെ, ആ പെല്ലിക്കിൾ ഉള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടേഴ്സ് ആണ്. പിന്നെ അടുത്തുണ്ട് ഫ്ലജല്ല. 2 ഫ്ലജല്ല നമുക്ക് കാണാൻ പറ്റും, ചെറിയ ഫ്ലജല്ല കാണാൻ പറ്റും. അതാണ്. പിന്നെ നമ്മുടെ യൂഗ്ലീനയാണ് ഇതിന് എക്സാമ്പിൾ എന്നുള്ള കാര്യം ഒരു കാരണവശാലും എന്ത് ചെയ്യരുത് മറക്കരുത്. അതുകൂടി എഴുതി വെക്കാം. യൂഗ്ലീന എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവരുടെ സ്ട്രക്ചർ നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടിക്കോളും. then അടുത്തത് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് എയും ബിയും തിരിച്ചറിയാൻ പറഞ്ഞാൽ വേഗം നമുക്ക് പറയാം. മസ്കുലാർ ബണ്ടിലാണ്, നമുക്കറിയാം റേഡിയൽ ആൻഡ് കൺജോയിന്റ് ഓപ്പൺ ആണ്. ഡിഫറെന്റ് റേഡിയസിലാണ് സൈലോം ഫ്ലോയം എന്നുണ്ടെങ്കിൽ അത് റേഡിയൽ ബണ്ടിലും, ഇനി സെയിം റേഡിയസിലാണ് സൈലോം ഫ്ലോയം എന്നുണ്ടെങ്കിൽ അത് കൺജോയിന്റ്. ഇവിടെ നമ്മുടെ കാമ്പിയം കൂടി ഉണ്ടെങ്കിൽ അത് ഓപ്പൺ വാസ്കുലാർ ബണ്ടിൽ, കാമ്പിയം ഇല്ലെങ്കിലോ കൺജോയിന്റ് ക്ലോസ്ഡ് എന്ന് പറഞ്ഞൊരു വാസ്കുലാർ ബണ്ടിലായിരിക്കും. ഓക്കെ, then അടുത്ത് നോക്കാം ഡിഫറെന്റ് പ്രയോൺസ് പറഞ്ഞേക്കാണ് നമ്മുടെ ബയോളജി ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ടൈമിലെ പോർഷൻ ആണ്. അത് നമുക്കറിയാം അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീൻ ആണ് നമ്മൾ എന്ത് പറയുക? പ്രയോൺസ് എന്ന് പറയുക. അപ്പോൾ അതുമൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബൊവൈൻ സ്പോഞ്ചിഫോം, എൻസെഫാലോപ്പതി, അതുപോലെ തന്നെ മാഡ് കൗ ഡിസീസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളുക. ഒരു പോയിന്റ് എഴുതിയാലും അതിന്റെ ആ ഒരു എക്സാമ്പിൾ ഈ BSc എന്ന് പറഞ്ഞ അസുഖം മാത്രം എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ എന്താണ് കിട്ടുന്നതായിരിക്കും. അടുത്ത സെൽവാൾ ഡിപ്പോസിറ്റ് ഡയാറ്റംസ്, ഇമ്പോർട്ടന്റ് ആണ്. കുറെ പ്രാവശ്യം ചോദിച്ചു കണ്ടുള്ളതാണ്. ഡയാറ്റമിക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഡയാറ്റംസ് ഒക്കെ അവർ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് അവരുടെ ബോഡിയിലുള്ള ഈ പറഞ്ഞ സെൽവാളിലുള്ള കണ്ടന്റുകളൊക്കെ താഴെ പോയി സെഡിമെന്റ് ആകും. അതിനെയാണ് നമ്മൾ ഡയാറ്റമേഷ്യസ് എർത്ത് നമ്മൾ പറയുക. അതിനെ നമ്മൾ എടുത്തിട്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. എന്തൊക്കെയായിരുന്നു മിസ്? നമ്മുടെ ഒന്ന് ഈ പറയുന്ന പോലെ സ്റ്റോൺ പോളിഷിങ്ങിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ഓയിൽസിന്റെയും സിറപ്പിന്റെ ഒക്കെ ഫിൽട്രേഷന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഏത് ഗ്രൂപ്പിലാണ് ഇവർ വരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ക്രൈസോഫൈറ്റ്സിലാണ് വരുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിയുക. ദെൻ ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഇതിനെ നമ്മുടെ
ഈ ചാപ്റ്റർ നോക്കിയപ്പോഴത്തേക്ക് എല്ലാ ചാപ്റ്റർ മിക്സ് ആയിട്ടുണ്ട്. പ്ലാന്റ് കിങ്ഡത്തിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റെഡ് ആൽഗ ഏതാണ് നമ്മുടെ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന കാര്യം കൊടുത്തിട്ടുണ്ട്. ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ പ്രോട്ടോണിമ ഗമീറ്റോഫൈറ്റ് എന്ന് പറയുന്നതാണ്. ദെൻ ടെഡോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോത്താലസ്, അവരുടെ ഗമീറ്റോഫൈറ്റിന്റെ പേര് പ്രോത്താലസ് എന്നാണ്. ദെൻ ജിംനോസ്പേമിൽ നമുക്കറിയാം മൈക്കോറൈസൽ അസോസിയേഷൻ ഉള്ള കാര്യം, നമ്മൾ ഫംഗസ് ഉള്ള കാര്യം നമ്മൾ പഠിക്കുന്നതാണ്. ദെൻ അടുത്തത് 1 മാർക്കിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. 2 മാർക്കിൽ ചോദിച്ചാൽ അത് ഇങ്ങനെയായിരിക്കും വരിക. കോക്കനട്ട് മാംഗോ എന്ത് ടൈപ്പ് ഫ്രൂട്ട്സ് ആണെന്ന് ചോദിക്കാം. അത് സിമ്പിളില് ഡ്രൂപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. പിന്നെ നമ്മുടെ പാർത്തനോകാർപ്പി ഫെർട്ടിലൈസേഷൻ നടക്കാതെ എന്താണ് ഫ്രൂട്ടുകൾ ഫോം ചെയ്യുന്നതാണ് ഏത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൈറ്റോകോൺട്രിയ ആർ കോൾഡ് ആസ് എ പവർ ഹൗസ്. നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെ, എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് മൈറ്റോകോൺട്രിയ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ATP സിന്തസിസ് നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അതിനെ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മുടെ അതിന്റെ ഇന്നർ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്നർ മെംബ്രെയിനിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫോൾഡിങ്സ് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഇൻഫോൾഡിങ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ എന്നുള്ളത്. ഇത് എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് ഈ ചിത്രം എപ്പോഴും കാണാൻ പറ്റും. നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ കാണുന്ന ഒരു സംഭവമാണ്. അതായത് ആ ഒരു റൂട്ടിന്റെ റീജിയൻസ് നമുക്ക് ഏതൊക്കെയാണെന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്കിവിടെ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റീജിയൻ ഓഫ് മെച്ചുറേഷൻ ആണ്. അവിടെയാണ് നമ്മുടെ റൂട്ട് ഹെയറിന്റെ ഫോർമേഷൻ കാണാൻ പറ്റുക. അതിന് തൊട്ട് താഴെയുള്ളത് റീജിയൻ ഓഫ് എലോങ്ങേഷൻ ആണ്. അവിടെയാണ് കുറച്ചുകൂടെ സെല്ലിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. ദെൻ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുക, അവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെല്ലുകൾ. അതുകൊണ്ട് തന്നെ ഇവിടെ സെല്ലുകൾക്ക് കട്ടി ഉണ്ടാവില്ലല്ലോ. അപ്പൊ താഴെ വീണ് അല്ലെങ്കിൽ കിട്ടും. അപ്പൊ അതിന് റൂട്ട് ക്യാപ്പ് അവിടെ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം അറിയണം. ചിലപ്പോൾ എക്സാമിൽ നിങ്ങൾക്ക് റൂട്ട് ക്യാപ്പ് തരില്ല, ഇത് മാർക്ക് ചെയ്യാൻ ചോദിക്കും. അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ കുട്ടികൾ കൺഫ്യൂഷൻ ആക്കും. എന്നറിയോ, ഇവിടെ ടിപ്പിൽ വരുമ്പോൾ റീജിയൻ ഓഫ് മെരിസ്റ്റമാറ്റിക് ആയിരിക്കും, പക്ഷെ അതിന് ക്യാപ്പാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റൂട്ട് ക്യാപ്പ് തന്നെ എഴുതി വെക്കണം കേട്ടോ. ഇതിനടുത്തത് ലീഫിന്റെയും മോണോക്കോട്ടിന്റെയും ഡൈക്കോട്ടിന്റെയും ലീഫിന്റെ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞത് റൂട്ടിന്റെ ആയിരുന്നു. ഇനി ഇത് ലീഫിന്റെ വന്നു. അപ്പൊ നമുക്കറിയാം സ്റ്റൊമേറ്റ നമ്മുടെ ഡൈക്കോട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഡാക്സിൽ സൈഡിൽ കൂടുതലും അഡാക്സിൽ കുറവായിരിക്കും. പക്ഷേ മോണോക്കോട്ടിൽ വരുമ്പോൾ രണ്ടിടത്തും പിന്നെ മീസോബിൽ സെൽസ് ഡൈക്കോട്ടിലെ പാലിസൈഡും സ്പോഞ്ചി ആയിട്ടുണ്ട്. മോണോകോട്ടിൽ അങ്ങനെ ഇല്ല എന്നുള്ള കാര്യം. ഇനി മോണോകോട്ടിൽ നമുക്ക് ബുള്ളിഫോം സെല്ലുകളെ കാണാൻ പറ്റും. അത് എവിടെ ഉണ്ടായിരിക്കില്ല, ഡൈക്കോട്ടിൽ ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്ര എഴുതിയാൽ മതി. അടുത്ത ഫാമിലി ബേസ്ഡ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഫാമിലി വരുള്ളൂ. സോളാനേസിയ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഇത് ഒരു ഡയഗ്രം തന്നിട്ടുണ്ടെങ്കിൽ സോളാനേസിയ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ ഇവിടെ നമുക്കറിയാം എനി 2 ഫ്ലോറൽ കാറ്റസ് ഓഫ് ദിസ് ഫാമിലി ചോദിച്ചേക്കാണ്. അതായത് പെറ്റൽസ് ഫീസ്ഡ്. ഇത് നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. പെറ്റൽസ് ഫീസ്ഡ് ആണ്, സെപ്പൽസ് ഫീസ്ഡ് ആണ്, എപ്പിപെറ്റാലസ് കണ്ടീഷനാണ്. എപ്പിപെറ്റാലസ് പറഞ്ഞാൽ ആന്തർ പെറ്റലിൽ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റേമൻ പെറ്റലിൽ അറ്റാച്ച് ചെയ്യുന്ന കണ്ടീഷനാണ് കേട്ടോ. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഈ മാച്ച് ദ ഫോളോവിംഗ് അല്ല, ഇത് എന്താണ് വിട്ടുപോയ ഭാഗം നമുക്ക് പൂരിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ 3 ആൽഗയുടെ പേരുകൾ തന്നതിൽ ഒന്ന് വിട്ടിട്ടില്ല. അതേതാണ്? ക്ലോറോഫൈസിയ. കാരണം അതിലാണ് ഗ്രീൻ ആൽഗ പെടുന്നത്. സ്റ്റാർച്ച് ആണ് അവരുടെ സ്റ്റോർഡ് ഫുഡ്. ദെൻ അടുത്ത ബ്രൗൺ എന്ന് പറയുന്നത് ബ്രൗൺ ആൽഗയാണ് അവരുടെ മാനിറ്റോൾ ആൻഡ് ലാമിനാർ. ഇനി റോഡോഫൈസിയ എന്ന് പറയുന്നത് റോഡോ റെഡ് എന്ന് ആലോചിക്കുക. റെഡ് ആൽഗയാണ് അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആണ്. പിന്നെ ആർജുവിന്റെ ക്ലാസിഫിക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. അതിലൊരു 4 പോയിന്റ് ആണ് എപ്പോഴും ചോദിക്കുക. പക്ഷെ നമ്മൾ 5 പോയിന്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവരുടെ എങ്ങനെയാണ് അയാൾ ചെയ്തതെന്ന് വെച്ചാൽ എന്തിന്റെ ബേസിസിലാണ് ക്ലാസിഫിക്കേഷൻ നടത്തിയത്, എന്തിന്റെ ബേസിസിലാണ്? താലസ് ഓർഗനൈസേഷൻ നോക്കി, സെൽ സ്ട്രക്ചർ നോക്കി, മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കി, റിപ്രൊഡക്ഷൻ നോക്കി, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്, അതായത് ഇവല്യൂഷണറി റിലേഷൻഷിപ്പിലൂടെ നോക്കിയിട്ടുണ്ട്. യെസ്. പിന്നെ 4 stages of mitotic karyokinesis are given below in incorrect order. അത് കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് നമുക്കറിയാം. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് അല്ലെ. അപ്പൊ മൂന്നാമത്തെ ഫേസ് അനാഫേസ് ആണ്. അതിന്റെ 2 ഫീച്ചർ എഴുതാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത അതേ കാര്യം തന്നെ എഴുതിയാൽ മതി. ഇനി ഇത് ഈ ഒരു ഡേറ്റ വന്നു കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് ഏതാന്നുള്ള കാര്യം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. കോളൻ കൈമാറ്റസ് ഹൈപ്പോഡെർമിസ് എന്ന് പറയുകയാണ്, ആൻഡ് ഓപ്പൺ മാസ്കുലാമെന്റ് എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം ഡൈക്കോട്ടിന്റെയോ മോണോക്കോട്ടിന്റെയോ സ്റ്റെം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഓപ്പൺ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഡൈക്കോട്ടാണെന്ന് വന്നോളുക. അപ്പോൾ ഡൈക്കോട്ട് സ്റ്റെം നമുക്ക് എഴുതി വെക്കുക. അതിന്റെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒന്ന് റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് മാസ്കുലാമെന്റിലായിരിക്കും. റിംഗ് പോലെ ഇരിക്കുന്ന കാണാൻ പറ്റും. കൺജോയിന്റ് ഓപ്പൺ. ഓക്കെ. ദെൻ കോർട്ടെക്സ് ആർ 3 സബ്സോണുകളായിട്ട് തിരിച്ചിട്ടുള്ള കാര്യം നമുക്കറിയാം. ദെൻ സെക്കൻഡറി ഗ്രോത്ത്. ഡൈക്കോട്ട് ആയതുകൊണ്ട് തന്നെ കാമ്പിയം ഉള്ളതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നു. ഇനി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ ഓൾറെഡി പറഞ്ഞു. 2 ടൈപ്പ്, സ്മൂത്ത് എൻഡോപ്ലാസ്മിക്കും റഫ് എൻഡോപ്ലാസ്മിക്കും. അത് തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ പറഞ്ഞു. ഇനി ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. റീകോമ്പിനേഷൻ നൊഡ്യൂൾ എന്ന് പറയുന്നത് എവിടെയാണോ ക്രോസിംഗ് ഓവർ നടക്കുന്നത് അവിടെയാണ്. ഖയാസ്മാറ്റ എന്ന് പറഞ്ഞാൽ എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. മെറ്റാഫേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അവരെ വന്ന് അലൈൻ ചെയ്യുന്നത്. ഓക്കെ, അലൈൻ ചെയ്യാൻ പ്ലെയിൻ ഓഫ് അലൈൻമെന്റ് ആണ്. കൈനറ്റോകോർ എന്ന് പറയുന്ന സൈറ്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ് ഉള്ളതാണ്. അതുകൂടെ നോക്കി വെച്ചോളുക. ദെൻ അടുത്തത് ഇതും അതെ ഈ പറയുന്നത് കണ്ടോ. പ്രോഫേസ് വേണമെങ്കിൽ എത്ര ക്വസ്റ്റൻ വന്നത് നിങ്ങൾ തന്നെ നോക്കാം പ്രീവിയസ് ഇയറിൽ. അപ്പൊ ലെപ്റ്റോട്ടീന് നമ്മുടെ ക്രോമസോമുകൾ ഗ്രാജുവലി വിസിബിൾ ആവുന്നു. സൈഗോട്ടീൻ ആവുമ്പോൾ സിനാപ്റ്റോണീമൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞ് പാക്കിറ്റീനിൽ റീകോമ്പിനേഷൻ നൊഡ്യൂൾ അപ്പിയർ ചെയ്യുന്നു, ക്രോസിംഗ് ഓവർ നടക്കുന്നു. ആൻഡ് ഡിപ്ലോട്ടീനിൽ എന്ത് നടക്കുന്നു? എക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഖയാസ്മാറ്റയുടെ ഫോർമേഷനും നടക്കുന്നു.
അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 4 സെൽ ഓർഗനൽസ് ആണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി കോംപ്ലക്സ്, ലൈസോസോം ആൻഡ് വാക്യൂൾ. എന്തുകൊണ്ടാണ് ഇവരെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? കാരണം ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇന്റർ കണക്റ്റഡ് ആണ്. ഒരാളുടെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്ക് അത് ചെയ്യാൻ പറ്റുക. അതിന്റെ ബാക്കിയായിട്ടായിരിക്കും അടുത്ത ആൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ എൻഡോ മെംബ്രെയിൻ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻസ്. സ്പെഷ്യൽ മെംബ്രെയിനസ് സ്ട്രക്ചർ ഫോംഡ് ബൈ ദ മെംബ്രെയിൻ എക്സ്റ്റൻഷൻ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ടു പ്രോകാരിയോട്ടിക് സെൽ. റൈറ്റ് ദ ഡിഫറെന്റ് ഫോംസ് ഓഫ് മീസോസോമിന്റെ ഡിഫറെന്റ് ഫോമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെസിക്കിൾസ് ആയിട്ടുണ്ടാവാം, ട്യൂബ്യൂൾസ് ആയിട്ടുണ്ടാവാം, ലാമെല്ല ആയിട്ടും ഉണ്ടായിരിക്കാം. ഇനി അതിന്റെ ഫംഗ്ഷൻ ഏതെങ്കിലും ഒറ്റ ഒന്നേ ചോദിച്ചിട്ടുള്ളൂ. റെപ്ലിക്കേഷൻ എഴുതാം, അല്ലെ DNA റെപ്ലിക്കേഷൻ എഴുതാം, അല്ലെങ്കിൽ റെസ്പിറേഷൻ എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. Then agar is a commercial product obtained from red algae. ഏത് ആൽഗയാണ് ഇത് കിട്ടിയെന്നുള്ള കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയം ആൽഗയാണ് കിട്ടിയത്. നമ്മുടെ റെഡ് ആൽഗയിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്നതാണ് ഇവര്. ദെൻ ഇവരുടെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഐസ്ക്രീമിലും ജെല്ലിയിലും ഒക്കെ ഉപയോഗിക്കും. പിന്നെ ടിഷ്യൂ കൾച്ചർ എടുക്കുമ്പോൾ അവിടെ മീഡിയ, മണ്ണിന് പകരം അവിടെ മീഡിയ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സംഭവം എന്നുള്ള കാര്യം ഓർത്താൽ മതി. അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ അല്ല ഇത് എന്ത് പെട്ടെന്ന് കഴിഞ്ഞു അല്ലെ? ശരിക്കും പറഞ്ഞാൽ 2 മാർക്കിന്റെ ഒരു നമ്മളൊരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ഏകദേശം ആ 2 മാർക്കിന് എങ്ങനെയൊക്കെയാണ് ചോദിച്ചെന്നുള്ള കറക്റ്റ് ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ കുട്ടികൾ മാത്രം കണ്ടാൽ മതിയോ? പോരാ, നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇത് മാത്രമല്ല, ഇനി മാരത്തോണിലാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കാം. മാരത്തോണിൽ ഈ ചാപ്റ്ററുകളൊക്കെ നിങ്ങൾ വെടിപ്പായിട്ട് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്തോളുക, അടിപൊളി മാരത്തോണിലേക്ക് എത്താം. അവിടെ വെച്ച് കാണാം. ടിൽ ദെൻ ബൈ.